അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം കേട്ടോ. കാരണം ചെടികൾ നമ്മൾ മാറ്റി നട്ടാൽ ആ ഒരു സമയങ്ങളിൽ ചെടികൾക്ക് കറക്റ്റായിട്ട് വളങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത്. കാരണം ചെടികൾക്ക് നമ്മൾ അടിവളമായിട്ട് പോട്ടി മിക്സിൽ ഇട്ട് കൊടുത്താലും നമ്മൾ ചെടികൾക്ക് ആ ഒരു ടൈമിൽ പോഷകം കിട്ടാൻ വേണ്ടിയിട്ട് ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ കുറച്ച് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ഒരു 2 ഡൗട്ടുകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെടി നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങി നമ്മൾ നല്ല വളങ്ങളും മണ്ണൊക്കെ ട്രീറ്റ് ചെയ്ത് നല്ല വളങ്ങളൊക്കെ മിക്സ് ചെയ്ത പോട്ട് മിക്സിൽ നമ്മൾ ചെടി നട്ട്, പക്ഷെ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒരു മാസം കഴിഞ്ഞിട്ടും അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വരുന്നില്ല. അതെന്താണ് കാരണം എന്നുള്ളതാണ് പലരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നഴ്സറികളിൽ നിന്നും നമ്മൾ തൈകളൊക്കെ വാങ്ങുമ്പോൾ അതിലുള്ള മണ്ണ് ഒന്നെങ്കിൽ ക്ലേ പോലെ കട്ട പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ആ രീതിയിലുള്ള മണ്ണല്ലെങ്കിലും നമ്മൾ ചില മണ്ണുകളുണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പശ പോലെ കിടക്കും, അതേപോലെ ഉണങ്ങുന്ന ടൈമിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. അപ്പോൾ നിങ്ങൾ ആ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ആ തൈ ഗ്രോ ബാഗിൽ കയറി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കല്ല് പോലെ ഉറച്ച് കിടക്കുന്ന കാണാം. അപ്പോൾ അത് അച്ചേലേക്ക് നമ്മൾ നടുമ്പോൾ അതിൽ നിന്ന് വേരുകൾക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ നട്ടപ്പോൾ തന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ആ വേരുകൾക്ക് ആ വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ചെടികൾക്ക് കറക്റ്റായിട്ട് വളങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് പുതിയ ശിഖരങ്ങളൊന്നും വരാതെ ഇങ്ങനെ ചെടി മുരടിച്ച് നിൽക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെടി വാങ്ങി നമ്മൾ നടുന്ന ടൈമിൽ പോട്ട് മിക്സിൽ നമ്മൾ ചിലപ്പം കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മണ്ണിൽ നല്ല രീതിയിൽ തന്നെ ജൈവ വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. വെച്ചാൽ ചാണകപ്പൊടി, അതേപോലെ ഒന്നെങ്കിൽ മീലോ അല്ലെങ്കിൽ എല്ലുപൊടി, സൂപ്പർ മീല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല മീലുകൾ ഇട്ട് കൊടുക്കല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മീലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഈ മീലുകളൊന്നും ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. കാരണം അതൊക്കെ ഒന്ന് അലിഞ്ഞ് ലയ രൂപത്തിലായാൽ മാത്രമേ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ചെടികൾക്ക് വളങ്ങൾ കിട്ടൂല. കാരണം നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് വളങ്ങൾ കിട്ടൂലല്ലോ. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഏത് തരം ചെടിയാണെന്നുണ്ടെങ്കിലും ചെടികൾക്ക് ഡെയിലി വളങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. കാരണം വളങ്ങൾ ഡെയിലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ അത് മുരടിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം കേട്ടോ. കാരണം ചെടികൾ നമ്മൾ മാറ്റി നട്ടാൽ ആ ഒരു സമയങ്ങളിൽ ചെടികൾക്ക് കറക്റ്റായിട്ട് വളങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത്. കാരണം ചെടികൾക്ക് നമ്മൾ അടിവളമായിട്ട് പോട്ടി മിക്സിൽ ഇട്ട് കൊടുത്താലും നമ്മൾ ചെടികൾക്ക് ആ ഒരു ടൈമിന് പോഷകം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ NPK 19 ഉണ്ടല്ലോ, അതൊന്ന് ആ ഒരു സമയങ്ങളിൽ ഒരു 5 ദിവസത്തെ ഗ്യാപ്പുകളിലായിട്ട് രാവിലെ ഒരു 2 ഗ്രാം, ചെറിയ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഗ്രാമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരു അത്യാവശ്യം വലിയ തൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഗ്രാം എടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 5 ദിവസത്തെ ഗ്യാപ്പുകളിൽ ഇലകളിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. കാരണം മണ്ണിലൂടെ ചെടികൾക്ക് വളങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇലകൾ കൂടി ആ ഒരു സമയത്ത് നമ്മൾ വളങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോഴേ ചെടികൾക്ക് കിട്ടേണ്ട പോഷകങ്ങൾ ചെടികൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാലും ആ ഒരു സമയത്ത് ചെടികളിൽ പെട്ടെന്ന് തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ പുതിയ ശിഖരങ്ങൾ വരലും, അതിൽ ചിലപ്പോൾ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ബഡ് ചെയ്ത തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ പൂവിട്ടും കൊണ്ടൊക്കെ വരും കേട്ടോ. കാരണം നമ്മൾ നട്ട് കഴിഞ്ഞപ്പോൾ പേരക്കലൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ചെറിയ തൈകൾ നമ്മൾ നടുമ്പോൾ തന്നെ, ഇപ്പോൾ ഇത് കണ്ടില്ല, ചെറിയൊരു തൈ നടുന്ന ടൈമിൽ തന്നെ അതിൽ പൂവിട്ട് കായായി വരുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തിരിക്കണം. ഇനി അതല്ല, നമ്മൾ ഈ പോട്ട് മിക്സ് ഉണ്ടല്ലോ, ഈ പോട്ട് മിക്സിൽ നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 2-3 ആഴ്ച നമ്മൾ ഓൾറെഡി ചെറുങ്ങനെ ഒരു നനച്ച് കൊടുത്തിട്ടുള്ള പാകത്തിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോട്ട് മിക്സിലേക്കാണ് ചെടി ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് അപ്പം തന്നെ ആ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചെടികൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ നട്ടാൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൽ നിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വരും. അപ്പോൾ ഈ പുതിയ ശിഖരം നമ്മൾ ചെടി നട്ടിട്ട് പുതിയ ശിഖരങ്ങൾ വരാതെ മുരടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ ഈ 2 കാരണങ്ങളാണ്. ഒന്നാമത്തത്, നമ്മൾ ആ മണ്ണ് ക്ലേ പോലെ ഉറച്ച് കിടക്കുകയെന്നുണ്ടെങ്കിൽ ആ മണ്ണൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കണം. മുക്കിയിട്ടൊന്ന് മണ്ണൊന്ന് ഇളക്കി വേരൊന്ന് ജസ്റ്റ് പുറത്ത് കണ്ടാൽ മതി. പുറത്ത് കണ്ടതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കുക. അതേപോലെ പോട്ട് മിക്സ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കാത്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയ പോട്ട് മിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലകളിൽ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ വളങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് നിരന്തരം ചോദിക്കുന്നതാണ് സ്യൂഡോമോണസിനെ കുറിച്ചിട്ട്. അയച്ചാൽ ജൈവവളം അയച്ചാൽ സ്ലറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, രാസവളത്തിൻ്റെ കൂടെ നമുക്ക് സ്യൂഡോമോണസ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, ചെടി മുരടിച്ച് അപ്പോൾ വളം കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സ്യൂഡോമോണസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പല രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്യൂഡോമോണസ് ഒരു പ്രധാന വളമല്ല കേട്ടോ. സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മിത്രക്കുമ്പിളാണ്. ഒരു ബാക്ടീരിയ, ജൈവ രൂപത്തിലുള്ള ഒരു ബാക്ടീരിയ മാത്രമാണ് സ്യൂഡോമോണസ്. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളെ ചെടികളിൽ വരുന്ന കുമിൾ രോഗങ്ങളുണ്ടല്ലോ,
കുമിൾ ആക്രമണം, അതേപോലെ ഫംഗസ് രോഗങ്ങൾ, അതേപോലെ ചെറു കീടങ്ങൾ ആക്രമണം, ഇതിലൊക്കെ നമ്മൾ സ്യൂഡോമോണസ് നമ്മൾ ഇലകളിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒരു പ്രാവശ്യം മാത്രം സ്പ്രേ ചെയ്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഗുണങ്ങൾ നമുക്ക് കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ആ കറക്റ്റ് ഇപ്പോൾ ഒരു തളിരില വരുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ദിവസം 4 ദിവസത്തെ ഗ്യാപ്പിലായിട്ട് അടുപ്പിച്ചിട്ട് നമ്മൾ കൊടുത്തു പോയാൽ മാത്രമേ നമുക്കത് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം എല്ലാ കീടശല്യവും എല്ലാ ഫംഗൽ ഇൻഫെക്ഷനും എല്ലാം വരൽ തളിരിലയിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ മണ്ണിലും കൊടുക്കുന്നുണ്ടല്ലോ, ആ മണ്ണിൽ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം നമ്മൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി അയച്ച രോഗങ്ങളിൽ നിന്നും അതേപോലെ ചെറു കീടങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് ചെടികളെ ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്യൂഡോമോണസ് മണ്ണിലും കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ സ്യൂഡോമോണസ് ഒരു ടോണിക്കാന്നും പലരും പറയും. പക്ഷേ ടോണിക്കാന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതൊരു വളമായതുകൊണ്ടല്ല. കാരണം നമ്മളെ ചെടികളിൽ വളർച്ചയ്ക്ക് ഇപ്പോൾ രോഗങ്ങൾ വന്ന് അല്ലെങ്കിൽ കീടശല്യം വന്ന് മണ്ണിലൂടെയുള്ള രോഗങ്ങളൊക്കെ വന്നെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്യൂഡോമോണസ് എടുത്ത് റെഡിയാക്കി കൊടുക്കുന്ന ടൈമിൽ നമ്മളെ ചെടികൾ വീണ്ടും നല്ല ആരോഗ്യത്തോടു കൂടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ ധാരാളമായിട്ട് ഹോർമോണുകൾ അതേപോലെ എൻസൈമുകളൊക്കെ വേണം. അപ്പോൾ ഈ ഹോർമോണുകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ എൻസൈമുകളുടെ വർധനവിനൊക്കെ നമ്മൾ സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നതിലൂടെ സാധിക്കും. അല്ലാതെ സ്യൂഡോമോണസ് ഒരു പ്രധാന വളമായതുകൊണ്ടല്ല കേട്ടോ. ഇനി രണ്ടാമത്തെ ആൾക്കാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു കാരണവശാലും നമ്മൾ സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെപ്പോഴും വളത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ വളം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് മണ്ണിൽ സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കാം. അതൊന്നെങ്കിൽ പൗഡർ രൂപത്തിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ രൂപത്തിൽ ഇട്ട് കൊടുക്കാം. ലേശം കൂടി പോയാലോ കുറഞ്ഞു പോയാലോ യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ തന്നെയാണ് ട്രൈക്കോഡർമം വരുന്നത് കേട്ടോ. ഇത് ട്രൈക്കോഡർമിനെ കുറിച്ചിട്ടും സ്യൂഡോമോണസിനെ കുറിച്ചിട്ടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ അവിടെ പ്രാധാന്യം അയച്ചാൽ വളത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ സ്യൂഡോമോണസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു എന്തും നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു 15 ദിവസം ഗ്യാപ്പ് ഇടണം എന്നുള്ള പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് പലരും ചോദിച്ചത് ഞാൻ സ്യൂഡോമോണസ് കൊടുക്കണം, ചെടി മുരടിച്ചിട്ട് വളം കൊടുക്കണം, എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ വളത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ വളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്യൂഡോമോണസ് അതല്ലാത്ത ഗ്യാപ്പുകളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കും. ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മണ്ണിൽ സ്യൂഡോമോണസ് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റു വളങ്ങൾ രാസവളം മണ്ണ് കൊടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 ദിവസമുള്ള ഒരു മാസമെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്നാലേ സ്യൂഡോമോണസിൻ്റെ ഗുണം കിട്ടുള്ളൂ. അതേപോലെ സ്യൂഡോമോണസോ ട്രൈക്കോഡർമോ ഒക്കെ നമ്മൾ വാമോ എന്ത് നമ്മൾ മണ്ണിലിടാന്നുണ്ടെങ്കിലും മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈർപ്പില്ലാത്ത മണ്ണിൽ അത് ഇട്ടിട്ട് യാതൊരുവിധ കാര്യമില്ല. വെറും ചോക്കുപൊടി ഇട്ടതിൻ്റെ ഗുണം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ അതേപോലെ വാട്സാപ്പിലോ എനിക്ക് ജസ്റ്റ് ഒന്ന് അയച്ചിട്ടാൽ മതി. ഇതൊന്ന് വിശദമായിട്ടൊന്ന് വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പലതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്